നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. കേരള ഹിസ്റ്ററിയിൽ PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് കേരളത്തിലെ പ്രക്ഷോഭങ്ങൾ. പ്രധാനപ്പെട്ട 2 പ്രക്ഷോഭങ്ങളാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. PSC ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും, എല്ലാ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും. ക്ലാസ്സിലേക്ക് പോയാലോ? ആദ്യത്തേത് കയ്യൂർ സമരം. PSCയുടെ ഒന്നാമത്തെ ചോദ്യം, കയ്യൂർ സമരം നടന്ന ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ല. കാസർഗോഡ് ജില്ലയിലാണ് കയ്യൂർ സമരം നടന്നത്. ഏത് താലൂക്ക്? ഹോസ്ദുർഗ് താലൂക്ക്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ കയ്യൂർ സമരം നടന്നത്? ജന്മിത്തത്തിനെതിരെയും ബ്രിട്ടീഷ് മേധാവിത്വത്തിനെതിരെയും നടന്ന സമരമാണ് കയ്യൂർ സമരം. കയ്യൂർ സമരം നടന്ന വർഷം 1941 മാർച്ച് മാസം 28. 1941 മാർച്ച് മാസം 28 കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരമാണ് കയ്യൂർ സമരം. കയ്യൂർ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ടവർ എത്ര പേർ? 4 പേർ. ഈ 4 പേരുടെ പേരും വളരെ ഇമ്പോർട്ടന്റ്. കയ്യൂർ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ട 4 പേർ ആരൊക്കെ? പൊടോര കുഞ്ഞമ്പു നായർ, മഠത്തിൽ അപ്പു, കോയിത്താട്ടിൽ ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ. മഠത്തിൽ അപ്പു, പൊടോര കുഞ്ഞമ്പു നായർ, കോയിത്താട്ടിൽ ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ എന്നിവരാണ് തൂക്കിലേറ്റപ്പെട്ട 4 പേർ. ഇവരെ തൂക്കിലേറ്റിയ വർഷം ഏത്? 1943 മാർച്ച് മാസം 29. 1941 മാർച്ച് മാസം 28 ഈ സംഭവം നടന്നത്, ഈ ഒരു സമരം നടന്നത്. ഇവരെ തൂക്കിലേറ്റിയത് 1943 മാർച്ച് മാസം 29 ഓർക്കുക. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത മുൻ കേരള മുഖ്യമന്ത്രി ആരാണ്? PSC 1 മാർക്ക് ചോദ്യം. EK നായനാർ. EK നായനാരാണ് കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത മുൻ കേരള മുഖ്യമന്ത്രി. കയ്യൂർ സമരത്തിലെ സമരക്കാരുടെ ആക്രമണത്തെ പേടിച്ച് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത പോലീസുകാരന്റെ പേരെന്താണ്? സുബ്ബരായൻ എന്നതാണ്. സുബ്ബരായൻ. അപ്പൊ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന സെക്രട്ടേറിയറ്റ് OA, ലാബ് അസിസ്റ്റന്റ് മുതലായ പ്രധാനപ്പെട്ട 10th മെയിൻസ് പരീക്ഷ, അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഫയർമാൻ മുതലായ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്ലാസ്സുകളും ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് എടുത്തു തരുന്നത്. എല്ലാ കോഴ്സിലും ഫുൾ സിലബസ് കവറേജ് വിത്ത് സ്റ്റഡി പ്ലാൻ, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, എക്സാംസ്. ഓരോ വീക്ക്ലി എക്സാംസ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വീക്ക് വൈസ് ആയിട്ട് ടൈം ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ എക്സാംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് മെയിൻസ് മോഡൽ എക്സാം തന്നെയാണ്. പിന്നെ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, പഴയ SCERT, പുതിയ SCERT. പുതിയ SCERT ഇനി വരുന്ന പരീക്ഷകൾക്ക് PSCയുടെ ഒരു തുറുപ്പു ചീട്ടാണ്. ഒരുപാട് ചോദ്യങ്ങൾ. നിങ്ങൾ പഴയ SCERT മാത്രം പഠിച്ചിട്ട് പോകരുത്. പഠിച്ചിട്ട് പോകുമ്പോഴായിരിക്കും പുതിയ SCERT ചോദ്യം വരുന്നത്. പുതിയ SCERT PSC എടുത്ത് മാറ്റി വെച്ചേക്കുവാണ് പ്രധാനപ്പെട്ട പരീക്ഷകളിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോഴേ പഠിച്ച് വ്യക്തമായിട്ട് പൊക്കോളാം. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ആണ് ഞാൻ നമ്മുടെ ആപ്പിലൂടെ എടുക്കുന്നത്. പുതിയ SCERT, അതുപോലെ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, ഹർഷിതം സ്പെഷ്യൽ ഷോർട്ട് GK എല്ലാം ഉൾപ്പെടുന്ന പാക്കേജ് ആണ് 10th മെയിൻസ്. 10th മെയിൻസ് 2025 എന്ന് പറഞ്ഞ കോഴ്സ് നിങ്ങൾ എടുത്താൽ മതി. സെക്രട്ടേറിയറ്റ് OAക്കും ലാബ് അസിസ്റ്റന്റും എല്ലാത്തിനും വേണ്ടിയിട്ട് വളരെ തുച്ഛമായിട്ടുള്ള ഫീസിലാണ് ഞാൻ ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ മെയിൻസ് എക്സാം ആണ് പ്രധാനപ്പെട്ട പരീക്ഷ. ഒരുപാട് വേക്കൻസീസ് ഉണ്ട് ഈ 10th മെയിൻസിനൊക്കെ കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും കോഴ്സ് എടുത്തോളൂ. അതുപോലെ ഫയർമാന്റെ ബാച്ച്, സ്പെഷ്യൽ ടോപ്പിക്സ് അടക്കമാണ് ഫയർമാന്റെ ബാച്ച്. ഇനി വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ, ഡിഗ്രിക്കാർക്ക് എഴുതാവുന്ന കമ്പനി LGS, ഒരുപാട് വേക്കൻസീസ് ഉള്ള കമ്പനി LGS, ബെവ്കോ LD, VFA മുതലായ പരീക്ഷകൾക്ക് വേണ്ടി ബാച്ച് കോഴ്സുകൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ ഓപ്പൺ ആണ്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസിൽ അഡ്മിഷൻ ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാ ക്ലാസ്സുകളും വരുന്നത് ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ്. പിന്നെ ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് തന്നെ ഡയറക്ട്ലി ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ ആപ്പിൽ തന്നെ ഞാൻ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പഠിക്കുക, ജോലിക്ക് കയറുക, മടി കൂടാതെ പഠിച്ചു മുന്നോട്ട് പോവുക. ഓക്കെ. കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ചുരിക്കാടൻ കൃഷ്ണൻ നായർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതാണ്. എന്നാൽ പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയച്ചു. ഓക്കെ. ആരെയാണ്? ചുരിക്കാടൻ കൃഷ്ണൻ നായരെ. ഈ കയ്യൂർ സമരത്തിന്റെ 75ാം വാർഷികം ആഘോഷിച്ചത് എന്നാണ്, ആചരിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ
2016 കയ്യൂർ സമരത്തിന്റെ 75-ാം വാർഷികം ആചരിച്ചത്. ഓക്കെ, കയ്യൂർ സമരം നടന്ന നദീതീരം ഏത്? കാര്യങ്കോട് പുഴയാണ്. കാസർഗോഡ് ജില്ലയിലെ കാര്യങ്കോട് നദിയുടെ തീരത്താണ് ഈ കയ്യൂർ സമരം നടന്നത്. തേജസ്വിനി പുഴ എന്നും അറിയപ്പെടുന്ന നദി ഏതാണ്? PSC 1 മാർക്ക് ചോദ്യം. തേജസ്വിനി പുഴ എന്നും അറിയപ്പെടുന്നത് കാര്യങ്കോട് നദിയാണ്. ആരാണ് കാര്യങ്കോട് നദിയെ തേജസ്വിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത്? കന്നഡ സാഹിത്യകാരനായ നിരഞ്ജന. PSC 1 മാർക്ക് ചോദ്യം. ആരാണ് കാര്യങ്കോട് പുഴയെ തേജസ്വിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ കന്നഡ സാഹിത്യകാരനായ നിരഞ്ജനയാണെന്ന് ഓർക്കുക. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി മീനമാസത്തിലെ സൂര്യൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര്? ലെനിൻ രാജേന്ദ്രൻ. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി മീനമാസത്തിലെ സൂര്യൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ലെനിൻ രാജേന്ദ്രൻ. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ എഴുതിയത് ആര്? നിരഞ്ജനയാണ്. കന്നഡ സാഹിത്യകാരനായ നിരഞ്ജനയാണ് ചിരസ്മരണ എന്ന നോവൽ എഴുതിയത്. കയ്യൂരും കരിവെള്ളൂരും എന്ന കൃതിയുടെ രചയിതാവ് ആര്? 1 മാർക്ക് ചോദ്യം. AV കുഞ്ഞമ്പു. കയ്യൂരും കരിവെള്ളൂരും എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? AV കുഞ്ഞമ്പു. കയ്യൂർ സമര ചരിത്രം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? VV കുഞ്ഞമ്പു. 2 കുഞ്ഞമ്പുമാരുണ്ട്, ഒന്ന് AV കുഞ്ഞമ്പു, ഒന്ന് VV കുഞ്ഞമ്പു. AV കുഞ്ഞമ്പു രചിച്ച കൃതി ഏതാണ്? കയ്യൂരും കരിവെള്ളൂരും. VV കുഞ്ഞമ്പു രചിച്ച കൃതി ഏതാണ്? കയ്യൂർ സമര ചരിത്രം. ഓർക്കുക. അപ്പോ കയ്യൂർ സമരം നടന്ന ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ല. മൊറാഴ സമരം നടന്ന ജില്ല ഏതാണ്? കണ്ണൂർ ജില്ല. കരിവെള്ളൂർ സമരം നടന്ന ജില്ല ഏതാണ്? കരി എഴുതുന്നത് കണ്ണിലല്ലേ, അതും കണ്ണൂർ ജില്ല. പുന്നപ്ര വയലാർ സമരം നടന്ന ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ല. നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുന്നപ്ര വയലാർ സമരമാണ്. പുന്നപ്ര വയലാർ സമരം നടന്ന ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ല. കീഴരിയൂർ ബോംബ് കേസ് നടന്ന ജില്ല ഏതാണ്? കോഴിക്കോട് ജില്ല. 1 മാർക്ക് ചോദ്യം. വർഷം 1942. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭമാണ് കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസിന്റെ സമര നായകൻ ആര്? അല്ലെങ്കിൽ ആ സംഭവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ KB മേനോൻ. ഡോക്ടർ KB മേനോൻ. അപ്പൊ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രക്ഷോഭമാണ് പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946 ഒക്ടോബർ മാസം 24 മുതൽ ഒക്ടോബർ മാസം 27 വരെയാണ് ഏത് സംഭവം നടന്നത്? പുന്നപ്ര വയലാർ സംഭവം നടന്നത്. പുന്നപ്ര വയലാർ സംഭവം നടന്ന ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ല. പുന്നപ്ര, വയലാർ എന്നീ സ്ഥലങ്ങൾ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആലപ്പുഴ ജില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പുന്നപ്ര വയലാർ സമരം നടന്നത്? സർ CP രാമസ്വാമി അയ്യരുടെ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ തിരുവിതാംകൂറിൽ നടന്ന സംഭവമാണ് പുന്നപ്ര വയലാർ സമരം. അപ്പൊ ഈ പുന്നപ്ര വയലാർ സമരം നടക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു? സർ CP രാമസ്വാമി അയ്യരായിരുന്നു. തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം പ്രഖ്യാപിച്ച ദിവാൻ ആരാണെന്ന് ചോദിച്ചാൽ സർ CP രാമസ്വാമി അയ്യർ. പുന്നപ്ര വയലാർ സമരം തുലാംബത്ത് സമരം എന്നും അറിയപ്പെടുന്ന സമരം ഏത്? പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരത്തിന്റെ മുദ്രാവാക്യം എന്താണെന്ന് ചോദിച്ചാൽ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നതായിരുന്നു പുന്നപ്ര വയലാർ സമരത്തിന്റെ മുദ്രാവാക്യം. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നത് ഏത് സമരത്തിന്റെ മുദ്രാവാക്യമാണ്? കുറിച്യ കലാപം. 1812 വയനാട് ജില്ലയിൽ നടന്ന കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യമായിരുന്നു വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക, അല്ലെങ്കിൽ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. അതിന് നേതൃത്വം നൽകിയത്, കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? രാമനമ്പിയാണ്. രാമനമ്പി. അപ്പൊ പുന്നപ്ര വയലാർ സമരത്തിന്റെ മുദ്രാവാക്യം എന്താണ്? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. പുന്നപ്ര വയലാർ സമരത്തിന് നേതൃത്വം നൽകിയവർ ആരെല്ലാം? CK കുമാരപണിക്കർ. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് ആര്? CK കുമാരപണിക്കറാണ്. CK കുമാരപണിക്കർ, ശങ്കരനാരായണൻ തമ്പി, TV തോമസ്, പത്രോസ് എന്നിവർ ചേർന്നാണ് ഏതിന് നേതൃത്വം നൽകിയത്? പുന്നപ്ര വയലാർ സമരത്തിന് നേതൃത്വം നൽകിയത്. K ശങ്കരനാരായണൻ തമ്പി, TV തോമസ്, പത്രോസ്, CK കുമാരപണിക്കർ. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് ആര്? CK കുമാരപണിക്കറാണ്. അപ്പൊ ആലപ്പുഴയിലെയും പുന്നപ്രയിലെയും വയലാറിലെയും തൊഴിലാളികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനം അല്ലെങ്കിൽ സമരമായിരുന്നു ഏത്? പുന്നപ്ര വയലാർ സമരം. 1000-ലധികം പേർ വധിക്കപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ട സമരമായിരുന്നു പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത മുൻ കേരള മുഖ്യമന്ത്രി ആരാണ്? VS അച്യുതാനന്ദനാണ്. നേരത്തെ പറഞ്ഞു
കയ്യൂർ സമരം നടന്നത് 1941 അതിൽ പങ്കെടുത്ത മുൻ കേരള മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഇ.കെ. നായനാരാണ്. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത മുൻ കേരള മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ വി.എസ്. അച്യുതാനന്ദൻ. ഓക്കെ, ഇനി കുറച്ച് കൃതികളാണ്. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി പി കേശവദേവ് രചിച്ച നോവൽ ഏത്? ഉലക്ക എന്ന നോവൽ. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി പി കേശവദേവ് രചിച്ച നോവൽ ഏതാണ്? ഉലക്ക എന്ന നോവലാണ്. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി ശിവശങ്കര പിള്ള രചിച്ച നോവൽ ഏത്? തലയോട് എന്ന നോവലാണ്. തലയോട് എന്ന നോവൽ. വയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിലെ കളർക്കോടാണ് പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. ഓർക്കുക, ഈ സി.പി. രാമസ്വാമി അയ്യർ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം ഏർപ്പെടുത്തിയ സർ സി.പി. രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമിച്ചത് ആര്? കെ.സി.എസ്. മണിയാണ് വധിക്കാൻ ശ്രമിച്ചത്. കെ.സി.എസ്. മണി. പുന്നപ്ര വയലാർ സമരം ആസ്പദമാക്കി കെ.വി. മോഹൻകുമാർ രചിച്ച കൃതിയാണ് ഉഷ്ണരാശി കരപ്പുറത്തിന്റെ ഇതിഹാസം. ഈ കൃതിക്ക് 2018 വയലാർ പുരസ്കാരവും ലഭിച്ചിരുന്നു. അപ്പൊ 2018 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? കെ.വി. മോഹൻകുമാറിനാണ്. ഏത് കൃതിക്ക്? ഉഷ്ണരാശി കരപ്പുറത്തിന്റെ ഇതിഹാസം എന്ന കൃതിക്ക്. എന്തായിരുന്നു ഈ കൃതിയുടെ പ്രമേയം എന്ന് ചോദിച്ചാൽ പുന്നപ്ര വയലാർ സമരം. ഓക്കെ, അപ്പൊ ഈ രണ്ട് പ്രക്ഷോഭങ്ങൾ നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക. എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന പ്രക്ഷോഭങ്ങളാണ്. വർഷം പ്രത്യേകിച്ചും ചോദിക്കും, അതുപോലെ കാരണവും ചോദിക്കും. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്